ഹലോ ഗൈസ്, വെൽക്കം ടു അനി ഡ്രീംസ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വാഷിംഗ് മെഷീനിൽ മത്തൻ്റെ തയ്യ നടാൻ പോണേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കണം ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ആദ്യം ചാമങ്ങ തൈ നട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ മുളക് തൈയും വന്നിട്ടുണ്ടായിരുന്നു. അതിലും കുറേ മുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് ചാമങ്ങ തൈ നട്ടിട്ടുണ്ട്. ഡ്രയർ ചെയ്യുന്നില്ലേ, ആ സ്ഥലത്ത് നമ്മൾ മത്തൻ്റെ തയ്യ നട്ടു കൊടുക്കണേ. അപ്പോൾ അതിൽ മണ്ണ് നിറയ്ക്കണം. ഇനി അപ്പോഴത്തേക്ക് നമ്മൾ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്, മത്തൻ്റെ തൈ പറിക്കാൻ വേണ്ടി വന്നപ്പോൾ ചെടികളൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, എല്ലാം ഞാൻ നട്ട ചെടികളൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ചീര ചെടിയെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ചീരത്തൈയൊക്കെ ഞാൻ ആദ്യം നട്ടു കൊടുത്തായിരുന്നു, അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മത്തൻ്റെ തൈ രണ്ടെണ്ണം കേട്ടോ. അത് ഒരെണ്ണം പറിച്ചിട്ട് നമ്മൾ മാറ്റി നടാണ് വാഷിംഗ് മെഷീനിൽ. മുളക് തൈയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൽ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട്. എപ്പോഴും നിറയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ ചാണകപ്പൊടി പിന്നെ ചാരം ഇതെല്ലാം മിക്സാക്കിയിട്ട് നിറച്ച് കൊടുത്തിരിക്കണേ. ഇനി നമുക്കതിലേക്ക് മത്തൻ്റെ തൈ പറിച്ച് കൊണ്ടുവന്നിട്ട് നട്ടു കൊടുക്കാം. നല്ല മണ്ണാണ് കേട്ടോ, പൊടി മണ്ണാണ്. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം പിടിച്ചിട്ടുണ്ട്. മല്ലി മുളക് തൈ എല്ലാം ഒരുവിധം ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ നമ്മളിനി മുഞ്ഞ വീഴാതെ ശ്രദ്ധിക്കണം ഗൈസ്. അപ്പോൾ അതിനുള്ള ലിക്വിഡൊക്കെ മിക്സാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അടുത്ത പ്രാവശ്യം ഇടാം. അപ്പോൾ ഇത് വന്നിട്ട് മത്തൻ്റെ തൈ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. അപ്പോൾ ഒരെണ്ണം നമ്മൾ മാറ്റി നടാണ്. അപ്പോൾ നമുക്കത് വേരോടൊന്ന് പറിച്ചെടുക്കണം നല്ലോണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് പറിച്ചെടുത്ത ശേഷം നമ്മൾ നട്ടു കൊടുക്കാം. നല്ല വേരുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കട്ടാർവാടുള്ളത് കൊണ്ട് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഇത് കണ്ടില്ലേ, പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി നട്ടു കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് അതിൻ്റെ കല്ലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും എടുത്ത് മാറ്റിയ ശേഷം നമ്മളൊന്ന് നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ നട്ടു കൊടുത്ത ശേഷം എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. അപ്പുറത്ത് ചാമങ്ങത്തൈ നട്ടിട്ട് 4 മാസമായിട്ടോ. അത് നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു 4 മണിക്ക് ശേഷം, സമയം 5 മണിയൊക്കെ ആയിട്ടോ, അപ്പോഴാണ് ഞാൻ നട്ടു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം സമയത്താകുമ്പോൾ വെയിൽ അധികം ഉണ്ടാവില്ല ഗൈസ്. അട്ടപ്പാടിയിൽ നല്ല തണുപ്പാണ് കേട്ടോ. ഊട്ടി പോലെയാണ് തണുപ്പ്. എല്ലാ സ്ഥലത്തും തണുപ്പാണ്, എന്നാലും അട്ടപ്പാടിയിൽ ഭയങ്കര തണുപ്പാണ് ഗൈസ്. അപ്പം അങ്ങനെ മെഷീനിൽ നട്ടു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം മത്തൻ്റെ തൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള തൈകൾക്കൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, ചെടികൾക്കൊക്കെ. മത്തൻ്റെ തൈക്കും ചാമങ്ങ തൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇന്നലെ 2 തക്കാളി കൊണ്ടുവന്നിട്ട് ഈ 2 ബക്കറ്റിലും ഒന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ട് മണ്ണിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പോയതാണ് ഗൈസ് വൈകുന്നേരം. ഇന്നലെ വൈകുന്നേരം ഇട്ട് കൊടുത്താണ് കേട്ടോ. നമുക്കതൊന്ന് തയ്യായ മാറ്റി നടാമല്ലോ. അപ്പോൾ അങ്ങനെ ചെടികൾക്കെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് താഴെയും പോയിട്ട് ഒഴിച്ച് കൊടുക്കണം ഗൈസ്. താഴെയും ചെടികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ മുളക് ചെടി, മല്ലിച്ചെടി, തക്കാളി ചെടികളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ വെളുത്തുള്ളിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. ചെറിയുള്ളിയും വന്നിട്ടുണ്ട്. തണ്ടൊക്കെ എടുക്കാറായിട്ടുണ്ട്. തക്കാളി ചെടിയിൽ പൂവ് എടുത്തിട്ടുണ്ട് ഗൈസ്, ഉണ്ടല്ലേ. ഇത് ചെറിയുള്ളിയാണ്. അപ്പോൾ നമ്മൾ ആ ചെറിയുള്ളിയിൽ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ആ വേരിൻ്റെ അവിടം വരെ ഇറങ്ങിയാൽ മതി ഗൈസ്, അല്ലെങ്കിൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് വന്ന് ചിയ സീഡ്സ് എന്ന് പറയും, അതിൻ്റെ ചെടിയാണ് കേട്ടോ. അത് അടുത്തുള്ള ചേച്ചി തന്നാണ്, അത് പറിച്ചിട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് പറ്റിയ ക്യാനാണ് കേട്ടോ, വെള്ളക്യാന്. ഇത് നമുക്ക് വെള്ളമൊക്കെ ചെടികൾക്ക് ഒഴിക്കാൻ എളുപ്പമാണ് ഗൈസ്. അപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കോവത്തയ്യൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെ ചീര ഒന്ന് തമിഴ്നാട്ടിൽ നിന്ന് അമ്മ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അവിടെ ചേച്ചി പറിച്ചു തന്ന കേട്ടോ. അതിൽ കുറച്ച് തണ്ടൊക്കെ ഉണ്ടായിരുന്നു, കൊണ്ടുവന്ന് നട്ടു കൊടുത്തിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചീര. പൂച്ചകളൊക്കെ കിടന്ന് ഉറങ്ങാണ് ഗൈസ്, 2 പൂച്ചക്കുട്ടികളും. എന്താണെന്നറിയോ, ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ അവിടെ നല്ല ചൂട് തട്ടും. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിയാൽ നല്ല സുഖമായിട്ട് ഉറക്കം വരും. അതാ അവിടെ കിടക്കണേ. എപ്പോഴും അവിടെ വന്ന് കിടക്കാറ്. അപ്പം അങ്ങനെ മത്തൻ്റെ തൈയെല്ലാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സമയം 5:45 ആയിട്ടുണ്ട് കേട്ടോ. സൂര്യനെ കണ്ടപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ആക്കിയതാണ് ഗൈസ്. നല്ല രസമായിരുന്നു കാണാൻ. 5:30 അമ്പലത്തിൽ പാട്ട് വയ്ക്കും, ആ പാട്ടും കേൾക്കുന്നുണ്ട്. 6 മണിയാകുമ്പോൾ തണുപ്പ് തുടങ്ങും ഗൈസ്. ഭയങ്കര തണുപ്പാണ് അട്ടപ്പാടിയിൽ.
അട്ടപ്പാടിയൊക്കെ നല്ല ഊട്ടി പോലെയാണ് തണുപ്പ്. പുറത്തൊക്കെ വരണമെങ്കിൽ സ്വെറ്റർ ഇല്ലാതെ വരാൻ പറ്റില്ല ഗൈസ്, അത്രയ്ക്ക് തണുപ്പാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ അട്ടപ്പാടി തന്നെ അങ്ങനെയാണെങ്കിൽ ഊട്ടിയിലൊക്കെ പറയണോ, നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി താഴെയും പോയിട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.